നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് വിജയസാധ്യതയുണ്ടെന്ന വിലയിരുത്തലുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പ്രചാരണ രംഗത്ത് LDF ഏറെ മുന്നിലാണെന്നും വലിയ ഭൂരിപക്ഷമില്ലെങ്കിലും നിലമ്പൂരിൽ വിജയം ഉറപ്പാകുമെന്നുമാണ് വിലയിരുത്തൽ. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണെന്നും UDF വോട്ടുകളായിരിക്കും അൻവറിന് ലഭിക്കുകയെന്നുമാണ് സെക്രട്ടേറിയറ്റിന്റെ കണക്കുകൂട്ടൽ. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിൽ വലിയ ആവേശമുണ്ടാക്കിയെന്നും അത് വോട്ടാക്കി മാറ്റാനാണ് ശ്രമിക്കേണ്ടതെന്നും നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു. മതസംഘടനകളെ കൂട്ടുപിടിച്ചാണ് UDF വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതെന്ന വിമർശനവും സെക്രട്ടേറിയറ്റ് ഉന്നയിച്ചു. ചൊവ്വാഴ്ച രാവിലെ നിലമ്പൂരിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നത്. അതേസമയം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ചൊല്ലി UDFനെതിരെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് CPM നേതാക്കൾ. മതരാഷ്ട്രവാദികളുടെ വോട്ട് വാങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായ മറുപടി നൽകിയിരുന്നു. മുൻപ് CPMന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതേതരവാദിയായിരുന്നുവെന്നും ഇപ്പോൾ UDFനെ പിന്തുണച്ചപ്പോൾ വർഗീയവാദിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഓന്തിനെപ്പോലെ നിറം മാറുകയാണ് CPM. മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും 2009 പിണറായി വിജയൻ പറഞ്ഞത് സതീശൻ ഓർമ്മിപ്പിച്ചു. PDPയുടെ പിന്തുണ CPMന് കിട്ടിയിട്ടുണ്ടല്ലോ, അതിന് ഒരു വിഷയം അവർക്കില്ലല്ലോ എന്നും VD സതീശൻ പറഞ്ഞു. നിലമ്പൂരിൽ മത്സരം കടുക്കുകയാണ്. ഇവരിൽ ആര് ജയിക്കും? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.